ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക പരിശോധനാ ഫലം SIT ലഭിച്ചു. കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്നും പാളികളെ പൊതിഞ്ഞ സ്വർണ്ണമാണ് തട്ടിയെടുത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജംഷഡ്പൂരിലെ ലാബിൽ പരിശോധിച്ച 8 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയത്. റിപ്പോർട്ട് SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇതുവരെ തൃപ്തിയില്ല. പക്ഷേ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം എന്നുള്ളതുകൊണ്ട് നിയമോപദേശം നേടിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. അല്ല, അത് തന്നെയാണ് പറഞ്ഞത്. മാറ്റാനുള്ള അധികാരം ഞങ്ങൾക്ക് ഇപ്പോഴില്ല. കാരണം ഹൈക്കോടതിയാണ് നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കും. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് തത്സമയം ചേരുന്നു. പറയാം അലക്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമുക്കറിയാവുന്നതുപോലെ ഏതാണ്ട് 998 കാലയളവിലാണ് ശബരിമലയിൽ വിജയ് മല്യ ഈ ദ്വാരപാലക ശില്പപാളികളിലും ഒപ്പം കട്ടിളപ്പാളികളിലും ഒക്കെ സ്വർണം പൂശുന്നത്. ഇതിൽ ഈ വിവാദം ഉടലെടുത്തതിനു പിന്നാലെ ഈ SITയുടെ അന്വേഷണത്തിന്റെ 2ാം ഘട്ടത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട സംശയങ്ങളിലൊന്ന് ശബരിമലയിൽ ഉണ്ടായിരുന്ന സ്വർണം അപ്പാടെ കൊണ്ടുപോയോ തട്ടിയെടുത്തിരുന്നോ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഈ സ്വർണ്ണപ്പാളികൾ ശേഖരിച്ചുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒരുങ്ങിയത്. ആദ്യം VSCയിൽ പരിശോധന നടത്തി. അതിനുശേഷമാണ് ജംഷഡൂരിൽ പരിശോധനയ്ക്ക് അയച്ചത്. ഇതിൽ പ്രധാനമായി അതായത് 4 മാസം മുമ്പാണ് ഈ സ്വർണ്ണപ്പാളികളിൽ നിന്ന് ഈ സ്വർണം ശേഖരിച്ചത്, ഈ പരിശോധനയ്ക്കുള്ള സ്വർണം ശേഖരിച്ചത്. അതിൽ ജംഷഡ്പൂരിലെ പരിശോധനാ ഫലമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിൽ നിർണായകമായ ചില വിവരങ്ങൾ SITക്ക് ലഭിച്ചതായാണ് സൂചന. അതായത് സ്വർണ്ണപ്പാളികൾ അപ്പാടെ മാറ്റിയില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. നേരത്തെ സംശയിച്ചിരുന്നത് ഈ വിജയ് മല്യ അവിടേക്ക് നൽകിയ പാളികളടക്കം മാറ്റിയെന്ന സംശയമാണ് നിലനിന്നത്. പക്ഷെ അത് അപ്പാടെ മാറ്റിയില്ല എന്ന സൂചന പുറത്തു വരുന്നു. പകരം ഈ പാളികൾക്ക് മുകളിൽ പൂശിയ സ്വർണം തട്ടിയെടുക്കുന്നതിനുള്ള ഇടപെടലും നടപടികളുമാണ് ആ ഘട്ടത്തിൽ ഉണ്ടായതെന്നാണ് ഈ പരിശോധനാ ഫലത്തിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അധികരിച്ചുകൊണ്ട് SIT കൺക്ലൂഡ് ചെയ്യുന്നത്. 8 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് ലഭിച്ചത്. ഇതിൽ പാളികൾ മാറ്റിയില്ല എന്നും പൂശിയ സ്വർണ്ണം മാത്രമാണ് തട്ടിയെടുത്തതെന്നുമാണ് കണ്ടെത്തൽ. ഇതിൽ ദ്വാരപാലക പാളിയിൽ നിന്നും കട്ടിളപ്പാളിയിൽ നിന്നുള്ള സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചിരുന്നത്. റിപ്പോർട്ട് SIT കൊല്ലം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കേണ്ടതുണ്ട്. അതിനു മുന്നോടിയായി കുറ്റപത്രം പൂർത്തിയാക്കുന്ന നടപടികൾ പൂർത്തിയാക്കി SIT ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ UDF സ്വീകരിച്ചിരുന്ന നയം ഇപ്പോഴും UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷവും ദേവസ്വം മന്ത്രി ആവർത്തിക്കുകയാണ്. ഹൈക്കോടതിയാണ് SITയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല. ഇനി എന്ത് ചെയ്യാനാകുമെന്നുള്ള കാര്യം നയപരമായി UDF സർക്കാർ തീരുമാനിക്കുമെന്നാണ് ദേവസ്വം മന്ത്രി വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു അലക്സ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.